പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, പ്രിലിമിനറി പരീക്ഷയ്ക്ക് ആവശ്യമായ ചില ചോദ്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഡെർമിറ്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ചർമ്മത്തെക്കുറിച്ച്. ഡെർമിറ്റോളജി ചർമ്മത്തെക്കുറിച്ചുള്ള പഠനമാണ്. ചെവിയെക്കുറിച്ചുള്ള പഠനം ഏത്? ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. കേൾവിയെക്കുറിച്ചുള്ള പഠനം ഏത്? ഓഡിയോളജി. കേൾവിയെക്കുറിച്ചുള്ള പഠനം ഓഡിയോളജി. കൈകളെക്കുറിച്ചുള്ള പഠനം ഏത്? കിറോളജി. കൈകളെക്കുറിച്ചുള്ള പഠനം കിറോളജി. പാദങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത്? പോഡോളജി. പാദങ്ങളെക്കുറിച്ചുള്ള പഠനം പോഡോളജി. പ്രപഞ്ചത്തിന്റെ പരിണാമഘടന എന്നിവയെക്കുറിച്ചുള്ള വിവരണം നൽകുന്ന ശാഖ ഏത്? കോസ്മോളജി. പ്രപഞ്ചത്തിന്റെ പരിണാമഘടന എന്നിവയെക്കുറിച്ചുള്ള വിവരം നൽകുന്ന ശാഖ കോസ്മോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് അഫ്നോളജി. സൊമാന്റിക്സ് എന്ന പദം എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? വാക്കുകളുടെ ഉത്ഭവം, വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ചുള്ള പഠനം. സൊമാന്റിക്സ് എന്ന പദം വാക്കുകളുടെ അർത്ഥത്തെക്കുറിച്ചുള്ള പഠനമാണ്. തലച്ചോറിനെയും തലയോട്ടിയെയും കുറിച്ചുള്ള പഠനം ഏത്? ഫ്രിനോളജി. തലച്ചോറിനെയും തലയോട്ടിയെയും കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. ഗന്ധങ്ങളെ കുറിച്ചുള്ള പഠനം ഏത്? ഓസ്മോളജി. ഗന്ധങ്ങളെ കുറിച്ചുള്ള പഠനം ഓസ്മോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനം ഏത്? റീനോളജി. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റീനോളജി. തടാകങ്ങളെ കുറിച്ചുള്ള പഠനം ഏത്? ലിംനോളജി. ശുദ്ധജല തടാകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ലിംനോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അഫ്നോളജി. ചിരിയെ കുറിച്ചുള്ള പഠനം ഗലറ്റോളജി. ചിരിയെ കുറിച്ചുള്ള പഠനമാണ് ഗലറ്റോളജി. സൗന്ദര്യത്തെ കുറിച്ചുള്ള പഠനം ഏത്? കാലോളജി. സൗന്ദര്യത്തെ കുറിച്ചുള്ള പഠനം കാലോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി. ക്രോമറ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? നിറത്തെ കുറിച്ചുള്ള പഠനം. അപ്പൊ നിറത്തെ കുറിച്ചുള്ള പഠനം ഏത്? ക്രോമറ്റോളജി. നാണയ ശേഖരണത്തെ കുറിച്ചുള്ള പഠനം ഏത്? ന്യൂമിസ്മാറ്റിക്സ്. നാണയ ശേഖരണത്തെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. രാജാക്കന്മാരുടെ വിനോദം എന്നറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് ആണ്. നാണയങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ന്യൂമിസ്മാറ്റിക്സ്. പച്ചക്കറികളെ കുറിച്ചുള്ള പഠനം ഏത്? ഒലേറി കൾച്ചർ. പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള പഠനമാണ് ഒലേറി കൾച്ചർ. ജെറന്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനമാണ് ജെറന്റോളജി. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള പഠനം ജെറന്റോളജി. ട്രിക്കോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? മുടിയെയും അതിൻ്റെ വൈകല്യത്തെയും കുറിച്ചുള്ള പഠനമാണ് ട്രിക്കോളജി. മുടിയെയും അതിൻ്റെ വൈകല്യത്തെയും കുറിച്ചുള്ള പഠനമാണ് ട്രിക്കോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓട്ടോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ന്യൂറോളജി. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി. തവളയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റാണ എക്സാഡക്ടൈല. തവളയുടെ ശാസ്ത്രീയ നാമമാണ് റാണ എക്സാഡക്ടൈല. ഭാഷകളെക്കുറിച്ചുള്ള പഠനം ഏത്? ലിംഗ്വിസ്റ്റിക്സ്. ഭാഷകളെക്കുറിച്ചുള്ള പഠനമാണ് ലിംഗ്വിസ്റ്റിക്സ്. വാക്കുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനം ഏത്? എത്തിമോളജി. വാക്കുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പഠനമാണ് എത്തിമോളജി. ഓറോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. നിയമത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? നോമോളജി. നിയമത്തെക്കുറിച്ചുള്ള പഠനം നോമോളജിയാണ്. പല്ലികളെക്കുറിച്ചുള്ള പഠനം ഏത്? സെറോളജി. പല്ലികളെക്കുറിച്ചുള്ള പഠനമാണ് സെറോളജി. ഓണോമസ്റ്റിക് എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പേരിനെ കുറിച്ച് പേര് നൽകുന്നതിനെ കുറിച്ചുമുള്ള പഠനമാണ് ഓണോമസ്റ്റിക്സ്. അപ്പോൾ ഓണോമസ്റ്റിക്സ് എന്നത് പേരിനെ കുറിച്ചും
പേര് നൽകുന്നതിനെ കുറിച്ചുമുള്ള പഠനമാണ്. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? മിർമിക്കോളജി. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് മിർമിക്കോളജി. ഉരകങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹെർപ്പറ്റോളജി. ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. ചെവിയെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഓറോളജി. ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡെമോഗ്രഫി. ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം ഡെമോഗ്രഫി. പല്ലിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓഡന്റോളജി. പല്ലിനെ കുറിച്ചുള്ള പഠനം ഓഡന്റോളജി. ഒപ്റ്റോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? കാഴ്ചയെ കുറിച്ചുള്ള പഠനമാണ്. ഒപ്റ്റോളജി കാഴ്ചയെ കുറിച്ചുള്ള പഠനമാണ്. സ്വപ്നത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒനീറിയോളജി. സ്വപ്നത്തെ കുറിച്ചുള്ള പഠനമാണ് ഒനീറിയോളജി. ഉറക്കത്തെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹിപ്നോളജി. ഉറക്കത്തെ കുറിച്ചുള്ള പഠനമാണ് ഹിപ്നോളജി. അന്തമെറ്റോളജി എന്നത് എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? ദേശീയഗാനം. ദേശീയഗാനത്തെ കുറിച്ചുള്ള പഠനമാണ് അന്തമെറ്റോളജി. ഹായ് ഫ്രണ്ട്സ്, ഇത് പഠനങ്ങളെക്കുറിച്ചും പഠനശാഖകളെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ 2-3 പ്രാവശ്യം കേൾക്കുക. നന്ദി.